ഹലോ, ഞാൻ ലബില്ലി. അപ്പോൾ ഞാനിന്നൊരു സിനിമ ഉണ്ട്, കൂലി. അതായത് തമിഴ് കൂലി. നമ്മുടെ രജനീകാന്ത് നായകനായ സിനിമ. അതായത് ലോകേഷ് കനകരാജ് ഡയറക്റ്റ് ചെയ്ത സിനിമ. പടം ഞാൻ മെയിനായിട്ടും കാണാൻ പോയത് വേറെ ഒന്നുമല്ല, നമ്മൾ ലോകേഷ് കനകരാജിൻ്റെ മുമ്പത്തെ പടങ്ങൾ നമുക്കറിയാലോ. അതായത് കൈദി, അങ്ങനത്തെ ലിയോ, അങ്ങനത്തെ പടങ്ങളൊക്കെ നമുക്ക്, വിക്രം, അങ്ങനത്തെ പടങ്ങളൊക്കെ അറിയാലോ. അതിൻ്റെ ഒരു ഇത് കണ്ടിട്ട് തന്നെയാണ് പോയത്. പക്ഷേ ഈ പടം എന്ന് പറഞ്ഞാൽ ഇത് LCU അല്ല. അതായത് LCU മറ്റേ ലിയോ അതേപോലെ LCU പടം അല്ല അത്. അതാണ് മെയിനായിട്ടും പറയാനുള്ള കാര്യം. പിന്നെ ഇത് കൂടുതലും പറയണമെങ്കിൽ പടം ഒരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയാൻ എനിക്കൊന്നും തോന്നിയില്ല. എന്താണ്ടൊക്കെ കഥ നടക്കണോ ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ പടത്തിൽ അനിരുദ്ധ് ചെയ്തിരിക്കണ BGM കാര്യങ്ങളും അതൊക്കെ കിടിലാണ്. ഒരു സൗണ്ട് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടത്തിന് കയറിക്കോ. സൗണ്ട്, അതായത് ചുമ്മാ വരണവരും പോണവരും വെറുതെ BGM, അത് ചറ പറ BGM അങ്ങനെ പറയില്ലേ, അതാണ് പടത്തിൻ്റെ. അതായത് അറ്റ്മോസിലൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ ഉണ്ടല്ലോ, ഈ BGMൻ്റെ ഒക്കെ അതിപ്രസരം എന്ന് പറയില്ലേ, ആ സംഭവമാണ് തോന്നുന്നത്. പക്ഷെ ഒന്നത്ര ഓവറായിട്ട് തോന്നുന്നില്ല, പക്ഷെ ചവറ് പോലെ BGM ഉണ്ട്. അത് തന്നെ മെയിൻ ഒരു ഇത് എനിക്ക് തോന്നിയത്. മിക്കവാറും ഞാനത് വീണ്ടും ഞാൻ ഈ പടം തന്നെ കാണും. കാരണം എനിക്ക് ആ BGM കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മെയിനായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രജനീകാന്താണ്. പിന്നെ നാഗാർജുന ഒരു വില്ലനായിട്ടാണ്, ഒരു വില്ലൻ റോള് പുള്ളി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വില്ലനായിട്ട് മറ്റേ സൗബിനും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിൻ മലയാളത്തിൽ നിന്ന് പുള്ളിക്കാരെ ആ മോണിക്ക പാട്ട് എന്നൊക്കെ പറയുന്നത് അത് ഗംഭീരമാണ്. ഞാൻ പറഞ്ഞ ശരിക്കും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഇന്ന് ആ സോങ് തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയിരുന്നു. കാരണം ഗംഭീരമാണ് ആ പാട്ടിൽ പുള്ളി ചെയ്യുന്ന സ്റ്റെപ്പുകളായാലും കാര്യങ്ങളായാലും ഗംഭീരം തന്നെ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഉപേന്ദ്ര എന്ന് പറഞ്ഞാൽ അത് ആ പുള്ളിക്ക് അധികം റോളില്ലെന്ന് പറയാൻ പറ്റില്ല. ക്ലൈമാക്സ് ആകുമ്പോഴാണ് പുള്ളി വരുന്നത് തന്നെ മെയിനായിട്ട്, ഉപേന്ദ്ര എന്ന് പറയുന്നത്. പിന്നെ സത്യരാജും നല്ല ഗംഭീരമായിട്ട് ഒരു റോള്, അത് ക്യാരക്ടർ റോൾ തന്നെയാണ്. അത് ഒരു ഈ സിനിമയുടെ ഒരു പ്രധാന ഘടകം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സത്യരാജ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മലയാളത്തിൽ നിന്ന് വില്ലനായിട്ട് മറ്റേ ബാബുരാജ് പടത്തിലുണ്ട്. മലയാളത്തിൽ നിന്ന് അപ്പോൾ 2 പേരാണ്, ബാബുരാജും സൗബിനും ഈ പടത്തിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത കഥയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി. പക്ഷെ സൗണ്ട് ആഗ്രഹിച്ച് പോകുന്ന ആൾക്ക് ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം സൗണ്ട് നല്ല കിടിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അമീർ ഖാൻ്റെ റോള് സത്യം പറഞ്ഞാൽ എനിക്കിതിൽ മനസ്സിലായില്ല. ക്ലൈമാക്സിൽ അതായത് കുറച്ചൊക്കെ മനസ്സിലായി. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അമീർ ഖാൻ സംസാരിക്കുന്നത് ഹിന്ദിയിൽ, സബ് ടൈറ്റിൽ വന്നത് തമിഴിൽ. നമ്മളെങ്ങനെ മനസ്സിലാക്കാനാ? എനിക്ക് തമിഴും അറിയില്ല, ഹിന്ദിയും അറിയില്ല. ആകെ അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം, സബ് ടൈറ്റിൽ വന്ന ഇംഗ്ലീഷൊക്കെ എന്തെങ്കിലും മനസ്സിലാവും. പക്ഷേ ഇതൊന്നും വന്നില്ല. അത് ഹിന്ദിയിൽ പറയണു, തമിഴിൽ ഇത്. പക്ഷെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ മനസ്സിലായി, പക്ഷെ ഡയലോഗ്സ് എനിക്ക് മനസ്സിലായില്ല. അത് പടത്തിൻ്റെ കഥ എന്താണെന്ന് അത് കഥയല്ല, അമീർ ഖാൻ പറയണ സംഭവം എന്തിട്ടാന്നൊക്കെ മനസ്സിലായി. പക്ഷെ ആ ഡയലോഗ്സ് അതെനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല. അത് അവരുടെ ആംഗ്യവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ സൗബിൻ്റെ ക്യാരക്ടറാണ്, ക്ലൈമാക്സ് വരെ സൗബിൻ്റെ ക്യാരക്ടറുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൗബിനൊരു വില്ലനായിട്ടൊക്കെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. അത് ട്രെയിലറിൽ നിന്നൊക്കെ മറ്റേ ഇതിൽ നിന്നൊക്കെ വ്യക്തമല്ലേ, പുള്ളിക്കാരൻ ഗംഭീരമായിട്ട്, അതായത് ശരിക്കും വില്ലൻ. പിന്നെ സൗബിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ഇതിലൊരു ഒരു ലേഡി അഭിനയിച്ചിട്ടുണ്ട്. അവർ നല്ല പെർഫോമൻസ് ആയിട്ടുണ്ടാവും, നല്ല പെർഫോമൻസ് ചെയ്ത് അവരും. ശരിക്കും പറഞ്ഞാൽ നാഗാർജുനയുടെ കഥ എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സെൻറ്റിമെൻ്റൽ കാര്യങ്ങളൊക്കെ ക്ലൈമാക്സ് ആകുമ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഈ പടത്തിൽ. ശരിക്കും പറഞ്ഞാൽ ആ പടം ഒരു ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാം, കൂടുതലൊന്നും പറയാനില്ല. പിന്നെ പടത്തിൻ്റെ മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം BGM, ചറ പറ BGM, അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ രജനീകാന്തിൻ്റെ ഒക്കെ ആക്ഷനും കാര്യങ്ങളൊക്കെ അത് പ്രായമായതുകൊണ്ടായിരിക്കുള്ളൂ. പക്ഷേ ആക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോരായ്മകളുണ്ട്. പക്ഷെ എന്നാലും പുള്ളി അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ആക്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റണ്ടൊക്കെ കുറേ ഉണ്ട്, ചവറ് പോലെയുണ്ട്. ക്ലൈമാക്സ് ഇതേപോലെ തന്നെ ക്ലൈമാക്സ് എത്തുമ്പോൾ ഗംഭീരമാണ്. ഞാൻ കൂടുതലൊന്നും പറയല്ല, കാരണം കൂടുതൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോവും, അത്രേ ഉള്ളൂ. വേറെ ഇതിൽ പ്രത്യേകിച്ച്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് അനുഷ്കയാണോ? അയ്യോ, പേര് ഞാൻ മറന്നുപോയി. അനുഷ്കയല്ല, പേര് കമൽഹാസൻ്റെ മോളാണോ? ശ്രുതി ഹാസൻ.
അവരും പിന്നെ പൂജ ഹെഡ്ജ്, അതായത് ആ മോണിക്ക പാട്ടിൽ, ഇവർ രണ്ടുപേരൊക്കെ ഗംഭീര. അതായത് മോണിക്ക ആ പൂജ ഹെഡ്ജ് ആ പാട്ടിൽ മാത്രമേ വരുന്നുള്ളൂ, കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചില്ല, പാട്ടിൽ മാത്രമേ ഞാൻ ഓർമ്മയുള്ളൂ. പക്ഷേ ഈ ശ്രുതിഹാസൻ എന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ഒരു നായിക റോള് എന്ന് വേണമെങ്കിൽ പറയാം. നായികയല്ല, അതായത് ഒരു മോൾ റോള് വേണമെങ്കിൽ ശ്രുതിഹാസനാണ്. എന്തായാലും കാണേണ്ടവർക്കൊക്കെ പടം കാണാം. നിരാശപ്പെടുത്തുമെന്ന് ചോദിച്ചാൽ അങ്ങനെ നിരാശപ്പെടുത്താൻ സാധ്യതയില്ല. കാരണം എല്ലാ പടവും ഓരോരോ ഇതല്ലേ, അപ്പോൾ നിരാശപ്പെടുത്താൻ ഒരു തരത്തിലും സാധ്യതയില്ല. എന്തായാലും കണ്ടു നോക്ക്. ശരി.